നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ശ്ലീഹ പകർന്നു തന്ന വിശ്വാസ പൈതൃകവും പാരമ്പര്യവും ജീവസുറ്റതും അമൂല്യവുമാണെന്ന് മിൽവാക്കി ആർച്ച് ബിഷപ്പ് ജെഫ്രി എസ് ഗ്രോവ് പറഞ്ഞു. വിസ്കോൺസിൻ സീറോ മലബാർ മിഷനിൽ പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ആഘോഷപൂർവമായ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. ഉദ്ധിതനായ മിശിഹായെ മറ്റുള്ളവർക്കൊപ്പം ദർശിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടതിൽ സ്ലേഹായിൽ പ്രകടമായ നിരാശയും ദുഃഖവും ശാഠ്യവും ഗുരുസ്നേഹത്തിന്റെ അനന്തമായ ആഴവും വ്യാപ്തിയും പ്രതിഫലിപ്പിക്കുന്നതാണ്. തോമാസ് സ്ലേഹയുടെ അഭിലാഷം മിശിഹ പിന്നീട് സമൂഹമധ്യേ പൂർത്തീകരിക്കുന്നതായി സുവിശേഷത്തിൽ നാം കാണുന്നു. വിശുദ്ധ അന്തോണിസിന്റെയും തോമാസ് സ്ലേഹയുടെയും സംയുക്ത തിരുനാളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ആർച്ച് ബിഷപ്പിനെയും ഷിക്കാഗോ രൂപതയുടെ അഭിവന്ദ്യ മെത്രാൻ മാർ ജോയ് ആലപ്പാടിനെയും മിഷൻ ഡയറക്ടർ റവറൻ ഫാദർ നവീൻ പള്ളുരുത്തിൽ, പാരിഷ് ഫാസ്റ്റർ റവറൻ ഫാദർ PC തോമസ് പള്ളോട്ടൈൻ, ട്രസ്റ്റി വിൻസെന്റ് സക്കറിയാസ്, സിസ്റ്റർ സ്മിത പാറപ്പുറം CMC, തിരുനാൾ പ്രസിഡന്റ് ബൈജു ആൻഡ് സ്മിത വയലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിസ്കോൺസിനിലെ സീറോ മലബാർ സഭയിലെ ബഹുമാനപ്പെട്ട വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെട്ട വിശ്വാസ സമൂഹം ഒത്തുചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കേരളീയ തനിമയോടുകൂടി ഷിക്കാഗോയിലെ മേളം ഗ്രൂപ്പ് നേതൃത്വം നൽകിയ കർണാനന്ദകരമായ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ വിശിഷ്ടാതിഥികളെ ഊഷ്മളമായി സ്വീകരിച്ച് ദേവാലയത്തിലേക്ക് ആനയിച്ചു. അഭിവന്ദ്യ പിതാക്കന്മാർക്കും വിശ്വാസ സമൂഹത്തിനും തിരുനാൾ കമ്മിറ്റി കൺവീനർ തോമസ് ഡി ക്രൂസ് തറപ്പിൽ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന ആഘോഷപൂർവമായ തിരുനാൾ കുർബാനയ്ക്ക് അഭിവന്ദ്യ മെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിസ്കോൺസിനിൽ സേവനം ചെയ്യുന്ന സീറോ മലബാർ വൈദികർ സഹകാർമ്മികരായി. മലയാളം, സുറിയാനി, ഇംഗ്ലീഷ് ഭാഷകളിൽ കുർബാനയിൽ ആലപിച്ച മനോഹരമായ ആരാധനാക്രമ ഗീതങ്ങൾ തദ്ദേശീയർ ഉൾപ്പെട്ട വിശ്വാസ സമൂഹത്തിന് പുതിയ അനുഭവമായി. കുർബാനാനന്തരം നടന്ന ഭക്തിപൂർവമായ തിരുനാൾ പ്രദക്ഷിണത്തിൽ അഭിവന്ദ്യ പിതാക്കന്മാർ ലുത്തേനിയ ഗീതത്തോടൊപ്പം ഉടനീളം പങ്കെടുത്തു. തുടർന്ന് പാരിഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയ്ക്ക് പാരിഷ് കൗൺസിൽ അംഗങ്ങളായ സ്റ്റീഫൻ പോളി, അൽഫോൺസ ജോൺ പോൾ, ഷൈനി പി കുര്യൻ, രേഷ്മ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. ഷിക്കാഗോയിൽ ഒരേ കാലത്ത് സഹമെത്രാൻമാർ ആയിരുന്നപ്പോൾ സഹായ മെത്രാൻമാർ ആയിരിക്കുമ്പോൾ ആർച്ച് ബിഷപ്പ് ഗ്രോബുമായി സൂക്ഷിച്ചു പോന്ന സൗഹൃദം ബിഷപ്പ് ജോയ് ആലപ്പാട്ട് ഓർമ്മിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് എൽറോയ് കോലഞ്ചേരി പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. വിസ്കോൺസിൻ സീറോ മലബാർ മിഷൻ ഡയറക്ടർ റവറൻ ഫാദർ നവീൻ പള്ളുരുത്തിൽ തിരുനാളിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി.